നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മെമ്പേഴ്സുകളെ കൂടി എന്ത് ചെയ്യണം, ഓർത്ത് വെച്ചിരിക്കണം. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ മെയിൻ ആയിട്ടും 7 മെമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരാളെ നമുക്കറിയാം, ചെയർമാനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. അപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ ഉണ്ട്, ബി എൽ മിത്തൽ, അടുത്തത് ബി പി മേത്ത, അടുത്ത ഒരാളാണ് കെ എം മുൻഷി, അതുപോലെ മുഹമ്മദ് സാദുള്ള എന്ന് പറയുന്ന വ്യക്തി, അടുത്തത് അല്ലാടി കൃഷ്ണപിള്ള. അപ്പൊ 6ാമത്തെ വ്യക്തി ആരാണ്? അല്ലാടി കൃഷ്ണപിള്ള. 7ാമത്തത് ആരാണ്? എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. അതാണ് 7ാമത്തെ വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ 7 വ്യക്തികളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അംബേദ്കർ, ബി എൽ മിത്തൽ, ബി പി മേത്ത, കെ എം മുൻഷി, മുഹമ്മദ് സ്വാദുള്ള, അല്ലാടി കൃഷ്ണപിള്ള, എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. ഈ 7 പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് കോഡ് എന്ന് പറയുന്നത്, അംബേദ്കർ മെത്തയിലിരുന്ന് ഡി പി നോക്കുകയാണ്, അതായത് ഫോണിൽ ഡി പി നോക്കുകയാണ്. അപ്പൊ ഡി പി നോക്കുന്ന സമയത്ത് മുൻപിലേക്ക് സ്വാദുള്ള ലഡുവുമായിട്ട് ഗോപാലൻ വന്നു എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതായത് അംബേദ്കർ മെത്തയിലിരുന്ന് ഡി പി നോക്കുന്നു. അപ്പൊ ഡി പി നോക്കുന്ന സമയത്ത് മുൻപിലേക്ക് നല്ല സ്വാദുള്ള ലഡുവുമായിട്ട് ഗോപാലൻ വന്നു എന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന അംബേദ്കർ മെത്തയിലിരുന്ന് എന്ന് പറയുമ്പോൾ അവിടെ ആരെ നമുക്ക് റിലേറ്റ് ചെയ്യാം? ഡോക്ടർ ബി ആർ അംബേദ്കർ. മെത്തയിലിരുന്ന് എന്ന് പറയുമ്പോൾ ഡി പി മിത്തൽ എന്ന് പറയാം. ഡി പി നോക്കുന്നു. അപ്പൊ ഡി പി നോക്കുക മീൻസ് ഡി പി മേത്ത. അതിനകത്ത് ഡി പി മേത്ത എന്നല്ല, ബി പി മേത്ത. അപ്പൊ അതിനകത്ത് നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാം. അപ്പൊ ബി പി മേത്ത. അടുത്തത് മുൻപിലേക്ക് എന്ന് പറയുമ്പോൾ ആരാണ്? കെ എം മുൻഷി. അപ്പൊ കെ എം മുൻഷി. അതുപോലെ സ്വാദുള്ള ലഡുവുമായി. അപ്പൊ സ്വാദുള്ള എന്ന് പറയുമ്പോൾ എന്താണ്? മുഹമ്മദ് സാദുള്ള. ഇനി ലഡുവുമായി എന്ന് പറയുമ്പോൾ എന്താണ്? അല്ലാടി കൃഷ്ണപിള്ള. ലഡു അല്ല ഡി കൃഷ്ണപിള്ള. അങ്ങനെ ആലോചിച്ച് വെച്ചിരിക്കുക. അല്ലാടി കൃഷ്ണപിള്ള വരുവാണ്. ലഡുവുമായി ഗോപാലൻ എന്ന് പറയുമ്പോൾ എന്താണ്? എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. ഇങ്ങനെ 7 മെമ്പേഴ്സ് ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ളത്. ഇനി പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഡി പി മിത്തൽ മാറി. ഡി പി മിത്തലിന് പകരം ആര് വന്നു? എൻ മാധവറാവുവും അതുപോലെ തന്നെ ഡി പി മേത്ത മാറി ടി ടി കൃഷ്ണ ആചാര്യയും പിന്നീട് എന്ത് ചെയ്തു?